1.5 ടൺ വെയിറ്റുള്ള സാധനം ഓൻ അതിൻ്റെ ഉള്ളിൽ കയറി. ഓൻ ഏതായാലും അവരെ നടക്കണ്ടല്ലോ, അതിന് വേണ്ടി കയറി കേട്ടോ. നമ്മുടെ സ്ലാബുകൾ തമ്മിൽ ഒരു 2 അടിയോളം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി അവരെ കമ്പിട്ടാണ് ഞങ്ങൾ. ആ ഗ്യാപ്പ് ഇനി ഷീറ്റ് വെച്ചിട്ട് അവർക്കത് വാർക്കാനുള്ളതാണ്. അങ്ങനെ ആ 11 ഇഞ്ച് കോൺക്രീറ്റ് മൊത്തത്തിലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വർക്കാട്ടോ. പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വർക്ക് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ 3 പാലങ്ങളാട്ടോ ഇപ്പം നമ്മുടെ ഈ ബോക്സ് ഗാർഡർ പൂനെയിൽ നിന്നും കൊണ്ടുവന്ന ബോക്സ് ഗാർഡർ വെച്ച് വർക്ക് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിൽ പുറക്കാട്ടി ബ്രിഡ്ജിൻ്റെ മുകളിൽ ബോക്സ് ഗാർഡറൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ പ്ലെയിൻ സ്ലാബുകൾ വെക്കുന്ന കാഴ്ചകളാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ അതാ ഫുള്ള് ബോക്സ് ഗാർഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇവിടെയൊക്കെ സ്ലാബുകളൊക്കെ അതിൻ്റെ മുകളിൽ നമ്മുടെ റെഡിമെയ്ഡ് സ്ലാബുകൾ വെക്കുന്ന പരിപാടി കേട്ടോ. റെഡിമെയ്ഡ് സ്ലാബ് പറഞ്ഞാൽ ഏകദേശം 1.5 ടൺ വെയിറ്റുള്ള സ്ലാബുകളാണ്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കാൻ വേണ്ടിയിട്ട് ഇത് കവർ ചെയ്യുന്ന പരിപാടിയാണ്. ഈ കമ്പിൻ്റെ മുകളിൽ ഈ കമ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്ന കാഴ്ച. അപ്പോൾ നമ്മുടെ സ്ലാബ് 2 ക്രെയിനുകളുടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നതാ അങ്ങ് ദൂരെ താത്തി വെക്കുന്നത് അവിടെ കണ്ടോ. അപ്പുറത്തെ ക്രെയിന് സ്ലാബ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നതാ. ഇവിടെ ഇറക്കി വെച്ചത് അവർ ലെവലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ പഴയ റോഡ് ഫുള്ള് ക്രാഷ് ബാരിയറൊക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി. ഇനി ഈ 3 വരിപ്പാതയും ഈ 2 വരിപ്പാത, പഴയത് 2 വരിപ്പാതയും അങ്ങനെ 5 വരിപ്പാത. സർവീസ് റോഡ് എന്തായാലും ഇതിൻ്റെ മുകളിൽ കൂടി ഉണ്ടാവില്ല. ഇവിടെ വീതി കൂടി നിൽക്കുന്നതാട്ടോ പറഞ്ഞത്. ഭാവിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. സർവീസ് റോഡ് ഈ ഭാഗത്തേക്കാകുമ്പോൾ അപ്പുറത്തേക്കും വേണ്ടേ അല്ലേ. 2 റോഡും തമ്മിൽ കറക്റ്റായിട്ടുണ്ട്. അവിടെ ആ സ്ലാബ് ഇങ്ങനെ ഇറക്കി വെക്കുന്നു. അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, 2 ആൾ. ആ കമ്പിൻ്റെ ഇടയിൽ എങ്ങനെ ഇറങ്ങി നിൽക്കണം കേട്ടോ. അത് കറക്റ്റായാലും ഒരു പണിയില്ല. കമ്പി കറക്റ്റ് അല്ലെങ്കിൽ അതായത് ഈ കമ്പികളൊക്കെ ഇതിലുണ്ടില്ലേ ആ ഗ്യാപ്പിൽ ആ കമ്പികൾ ആ ഹോൾസായിട്ട് റെഡിയായി ഇങ്ങനെ വരണം. ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. ആ ഭാഗം ലൈന് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഓരോ ഗാർഡറിൻ്റെ തലക്കന്ന് സ്റ്റാർട്ടിങ് അവർക്ക് നല്ല കറക്റ്റായിട്ട് പോകും. പിന്നെ എവിടെയെങ്കിലും ചെറിയ ചെറിയ കമ്പിയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 4 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഗ്യാപ്പുള്ള ഇതിലാണ് കമ്പികൾ. ഇതിൽ 16ൻ്റെ കമ്പിയാണല്ലോ. വളഞ്ഞത് 16 mm കമ്പിയാണ്. 16 20 അവിടെ നിൽക്കണ 12 mm ആട്ടോ. പല മാറ്റങ്ങളുണ്ടല്ലോ കമ്പി. ആ ബോർഡർ ഗാർഡറിൻ്റെ കറക്റ്റ് എഡ്ജിലേക്കാട്ടോ വണ്ണം കൂടിയ കമ്പി. സെൻറ്റർ ഭാഗത്തേക്ക് വണ്ണം കുറഞ്ഞ കമ്പിയാണ്. ആ ഭാഗത്തൊക്കെ 12 കമ്പി. നമ്മൾ ക്രെയിൻ ഓപ്പറേറ്ററോട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. റിസ്ക് ആട്ടോ. ആ സ്ലാബ് അതിലേക്ക് ഇറക്കി വെക്കാതെ തന്നെ പണിക്കാർ മറ്റേ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് അങ്ങനെ ദേഷ്യപ്പെടില്ല. അത് പിന്നെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. അവിടെ എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അവരും മതി വിട്ടോ സൈറ്റിൽ നിന്ന് വിട്ടാതെ അറിയും. അതുകൊണ്ട് അങ്ങനത്തെ രംഗങ്ങളൊന്നും പകർത്തില്ല കേട്ടോ. അപ്പോൾ
അപ്പോൾ അവിടുന്ന് നല്ല ഞാൻ സ്കൂട്ടായി ആ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞാൽ ഒരു അരിശങ്ങൾ വരും. അത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടി കളിക്കുമ്പോൾ ഈ കമ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇറങ്ങണ സ്ലാബുകൾ അതാണ്. അത് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ആ സ്ലാബിൻ്റെ ഗ്യാപ്പുകൾ കുറച്ച് കുറവാണ് തോന്നുന്നു. ഗ്യാപ്പ് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങും. പക്ഷേ ഒക്കെ റെഡി ആയിട്ട് ഒരളവ് കറക്റ്റിൽ കൊണ്ടുവരുന്ന സാധനമാണ്. അങ്ങനെ റെഡി ആവുന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് വെക്കുന്ന സമയത്ത് ഒരു 1/2 സെൻറ്റിമീറ്റർ അങ്ങോട്ട് കൊണ്ട് നീങ്ങിയാൽ പിന്നെ മൊത്തത്തിൽ ഫാൾട്ടാകും. അത് ഏകദേശം അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ടുണ്ട്. ഒരു സ്ലാബ് ഇറക്കാൻ വേണ്ടി 5-8 ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലാബ് പൊക്കണമെന്ന് നോക്കാം. അടുത്ത സ്ലാബ് പൊക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ കമ്പി എന്തിനുള്ള ക്രാഷ് ബരിയറിൻ്റെ കമ്പി കേട്ടോ. ആ സൈഡിലേക്കുള്ള സ്ലാബാണ് ഇപ്പോൾ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ക്രാഷ് ബരിയറിൻ്റെ ആ ഒരു കമ്പിയാണത്. പിന്നെ അതുപോലെ ഇതൊക്കെ ഈ ഇതിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് പൊങ്ങിയിട്ട് കണ്ടില്ലേ നിങ്ങൾ? അത് നമ്മുടെ റോഡിൻ്റെ മുകളിൽ നിന്ന് കുറച്ചങ്ങോട്ട് സ്ലോപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള പൊങ്ങിച്ചാട്ടോ. റോഡ് ഗാർഡർ അവർ കറക്റ്റ് ലെവലിലാണ് തോന്നുന്നു വെച്ചത്. അപ്പോൾ സ്ലാബ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു 4 ഇഞ്ചോളം സ്ലോപ്പ് കാണുന്നുണ്ട് ഇവരുടെ ഈ കനം കണ്ടിട്ട്. അതവിടെ ഒരു 1.5 ഇഞ്ച്, ഇതിലവിടെ ഒരു 2.5 ഇഞ്ച് അതിലാണ്. പിന്നെ മുകളിലുള്ള അതിലും കനം കൂടിയതുണ്ട്. അങ്ങനെ അടുത്ത സ്ലാബ് പൊക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു. അത് 2 കുളത്തിട്ടുണ്ട് കേട്ടോ. ഒന്നതാ അവിടെയും ഒന്നതാ അവിടെയും. അങ്ങനെ 2 ഭാഗത്ത് 2 കുളത്തിട്ടുണ്ട്. ഓക്കെ, അത് ടൈറ്റ്. ഇനി അവനെ പൊക്കി എടുക്കാൻ പോവുകയാണ്. യെസ്, 1.5 ടൺ വെയിറ്റുള്ള സാധനം. ഓൻ അതിൻ്റെ ഉള്ളിൽ കയറി. ഓൻ ഏതായാലും അതുവരെ നടക്കണ്ടല്ലോ, അതിന് വേണ്ടി കയറി കേട്ടോ. 200 ടണ്ണ് പൊക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഒരു 2 ടണ്ണൊന്നും ഓനല്ലാതെ ഒരു 10 ആൾ അതിൻ്റെ ഉള്ളിൽ കയറി വിചാരിച്ചിട്ടും പ്രശ്നമില്ല. ഇതൊക്കെ എന്ത് സിമ്പിൾ ഈ ട്രെയിന് എന്താല്ലേ, കറക്റ്റ് ലെവലിലാട്ടോ പോകുന്നത്. കയറി ബാലൻസ് ആയതാണോ? ഈ അടിയിൽ 2 ആൾ നിൽക്കുന്ന എന്തിനാ അറിയാം? ഇവർ അത് ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തുന്ന സമയത്ത് അടിയിൽ നിന്ന് അവർ പറഞ്ഞു കൊടുക്കും കുറച്ചുകൂടി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രില്ല് ചെയ്ത് പൊട്ടിക്കേണ്ടിയൊക്കെ വരും ചിലത്. അപ്പോൾ പീസൊക്കെ അടിയിൽ കുടുങ്ങി കിടന്നാൽ അവരതൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ 2 പേര്. അങ്ങനെ അത് അതിലവർ കറക്റ്റ് ആക്കട്ടെ കേട്ടോ. നമ്മളെ പുതിയ പാലം എന്താല്ലേ സ്മൂത്ത് കാണാൻ. അപ്പം അതിൻ്റെ മുകളിൽ കൂടി തന്നെ 2 ഭാഗത്ത് ഒരു ഭാഗം ഒരു വരിപ്പാത ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്
അവർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലെ വാഹനങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടി കേട്ടോ. ഇനി ഇതിൻ്റെ വർക്ക് കഴിയണം, ഈ ക്രെയിനൊക്കെ ഇവിടെ നിന്ന് പോകട്ടെ. എന്നാൽ തന്നെ ഈ സ്ലാബ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ സ്ലാബ് ഉണ്ടല്ലോ അത് 5 ഇഞ്ച് കനാണ്. ഇനി അതിൻ്റെ മുകളിൽ ഒരു 6 ഇഞ്ച് തിക്കിലുള്ള സ്ലാബ് വരാണ്ട്, 6 ഇഞ്ച് തിക്കിലുള്ള സ്ലാബ്. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്ലാബുകൾ തമ്മിൽ ഒരു 2 അടിയോളം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി അവരെ കമ്പിട്ടാണ് ഞങ്ങൾ. ആ ഗ്യാപ്പ് ഇനി ഷീറ്റ് വെച്ചിട്ട് അവർക്കത് വാർക്കാനുള്ളതാണ്. എന്നാൽ ആ 11 ഇഞ്ച് കോൺക്രീറ്റ് മൊത്തത്തിലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റ് 6 ഇഞ്ച് മാത്രമായി പോകില്ലേ. ഏതായാലും ഈ ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ ഇവർക്ക് ഈ ഡാക്ക് ഷീറ്റ് വെച്ചു. ഇതെന്തൊരു റിസ്ക്കുള്ള പണിയല്ലേ. പക്ഷേ ഇതിൻ്റെ ഈ വർക്കിൻ്റെ സിസ്റ്റം അങ്ങനെ ആയിരിക്കും. ആ കമ്പിയായിട്ട് നല്ല പിടുത്തം, ലോക്കായി നിൽക്കാനുള്ള പിടുത്തം അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഏതായാലും ഇവർ സ്ലാബ് എടുത്ത് വെച്ച് ഇറക്കണ കാണുമ്പോൾ ഒരു റിസ്ക്കുള്ള വർക്കായിട്ടാണ് തോന്നുന്നുണ്ടോ. ഭ്രാന്ത് പിടിക്കുന്ന വർക്കാണ്, റിസ്കല്ല ഭ്രാന്ത് പിടിക്കുന്ന വർക്ക്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെ കേട്ടോ നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് സ്ലാബ് വാർക്കുന്ന സമയത്ത് വീഡിയോ തയ്യാറാക്കാൻ, അത് 2 ആഴ്ച മുമ്പ് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലാബ് ഇറക്കുന്ന കാഴ്ചകളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ച ആകാമെന്ന് വിചാരിച്ചു. ആ സ്ലാബ് പിന്നെയും പൊക്കില്ല, ഒരു ഹോൾസ് റെഡിയല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ പൊക്കി താത്തി എങ്ങനെ കളിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.